കുറേ നാളായിട്ട് വിചാരിക്കാൻ ആക്ട്രസിന്റെ ലുക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇന്ന് നെസ്ലേനാസിന്റെ ലുക്കാട്ടോ ഒന്ന് ട്രൈ ആക്കി നോക്കാൻ വന്നു. എനിക്ക് അപ്രോപ്രിയേറ്റ് ഉള്ള ഡ്രസ്സൊന്നും കിട്ടിയില്ല. പിന്നെ ഏകദേശം കളർ വരുന്ന വെച്ചിട്ട് അങ്ങ് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. അപ്പം വാ നമുക്ക് നോക്കാവേ. അപ്പൊ ഞാൻ ആദ്യം തന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി സെറ്റ് ആക്കിയതേ ഇരിക്കുകയാണ്. പിന്നെ മോയ്സ്ചറൈസർ ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് അതൊന്ന് മസാജ് ചെയ്ത് സെറ്റ് ആക്കി കൊടുത്തു കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓറഞ്ച് കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം അണ്ടറായി മൊത്തം പിഗ്മെന്റഡ് ആയിരുന്നു. അപ്പൊ അവിടെയൊക്കെ ഒന്ന് കളർ കറക്റ്റർ അപ്ലൈ ചെയ്തതിന് ശേഷം കൺസീലറൊക്കെ വെച്ച് നന്നായിട്ട് അതും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അടുത്തതെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫൗണ്ടേഷൻ വളരെ ലൈറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ഹെവി ആയിട്ടുള്ള മേക്കപ്സ് കാര്യങ്ങളൊന്നും ഞാൻ ഇത് ചെയ്യുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ട് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അവരുടെ ഐബ്രോസ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനും ഒന്ന് അങ്ങനെയൊക്കെ ഏകദേശം ഒന്ന് ട്രൈ ആക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ അതൊന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഐബ്രോസും ഒന്ന് ഹൈലൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തെന്ന് വെച്ചാൽ കണ്ണെഴുതി കൊടുക്കുകയാണ്. അവർ ആകെ മേലത്തെ വശം മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും വളരെ സിമ്പിളായിട്ട് ലൈറ്റായിട്ട് എഴുതിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനും അതുപോലെ തന്നെ ഒന്ന് ട്രൈ ആക്കി കൊടുത്തു. അതിനുശേഷം ഒന്ന് ബ്ലഷൊക്കെ ഇട്ട്, ബ്ലഷ് ഇടുമ്പോൾ നമ്മൾ ആ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവുമല്ലോ. അപ്പം ഞാനൊരു പിങ്ക് ഷെയ്ഡ് എൻ്റെ അടുത്തുണ്ടായിരുന്നു, അതും അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഹൈലൈറ്റർ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫേസ് ഏകദേശം നല്ല ഫ്രഷ് ആയിട്ടൊരു ഫീൽ വരും. അപ്പം ചീക്കിലും അതുപോലെ ഐബ്രോയിന്റെ മേലെയും പിന്നെ കുറച്ച് ചുണ്ടിന്റെ മേലെയൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്തു. പിന്നെ ബ്ലഷ് തന്നെയാണ് ഞാൻ ഐഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു സിൽവർ കളർ ഹൈലൈറ്റർ ഉണ്ടായിരുന്നു, അതും ഒന്ന് കണ്ണിന്റെ മേലെ ഒന്ന് സെറ്റ് ആക്കി കൊടുത്തു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ ഇതിലൊരു കാര്യം മെയിനായിട്ട് മറന്നിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക്. ഞാൻ അങ്ങനെ മറക്കാത്തതാണ്. അപ്പോൾ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുത്താലേ കംപ്ലീറ്റ്ലി നമ്മുടെ ആ ഒരു ഫേസിന് ആ ഒരു കറക്റ്റ് ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഇൻസൈറ്റിന്റെ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അവർക്ക് ദേ ഈ ചുണ്ടിന്റെ അവിടെ ഒരു ചെറിയ മറുക് കാണാറുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാന്ന് കേട്ടോ. അപ്പൊ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇനി മുടി വേണം സെറ്റ് ആക്കാനായിട്ട്. ആ പിക്ചറിൽ അവർ ഫുള്ളി ബൺ ചെയ്ത് കെട്ടിയിട്ടാണ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ എന്താക്കി, അതുപോലെ തന്നെ ഒന്ന് ബൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം മേക്കപ്പ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലുക്കൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ആ പിക്ചറിൽ കണ്ട പോലെ തന്നെ ഹെയറും ഫേസും ഒക്കെ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഷോ ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കംപ്ലീറ്റ്ലി ഇതേ ഇങ്ങനെ കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ ആ ഒരു ലുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 2 പോസാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അവർ ആ ഒരു പിക്ചറിലുള്ള. അപ്പം ഞാൻ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ ഈ ഒരു ലുക്കായിരുന്നു റെഫറൻസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊന്ന് ട്രൈ ആക്കി നോക്കുകയാണ്. രണ്ടാമത്തേത് ദേ ഇങ്ങനത്തെ ഒരു ലുക്കാണ് കേട്ടോ. പക്ഷെ ഞാൻ ചെയ്തു വന്നപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കംപ്ലീറ്റ്ലി എനിക്ക് ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞാൻ കാട്ടി